കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏപ്രിൽ മാസം 6-ാം തീയതി 2025 ഏപ്രിൽ മാസം 6-ാം തീയതി വിശുദ്ധ സഭായോഗമായി കൂടി വരുവാൻ, വീട്ടിലെ സഭയായി കൂടി വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സംഭവകുലമായ ദിവസങ്ങളാണ് നമ്മളെ ഓരോ ദിവസവും പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് വിവിധ നിലയിലുള്ള മാധ്യമങ്ങളിലൂടെ അത് ശ്രവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇറാനെതിരെ ഒരു വലിയ ഘോര യുദ്ധത്തിന് വേണ്ടി അമേരിക്കയും ഇസ്രയേലും കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാവുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഇറാൻ എന്നുള്ളത് ഇസ്രയേലിനെതിരെ ശക്തമായ ഒരു കൂട്ടം ജനത്തെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ജാതികളെ, അവരുടെ വർഗങ്ങളെ കൂട്ടിക്കൊണ്ട് റഷ്യയുമായിട്ട് ഇസ്രയേലിനെതിരെ ഒരു വലിയ യുദ്ധത്തിന് ഒരുങ്ങും എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ പ്രവചിച്ച വചനം. യെഹെസ്കേൽ പ്രവാചകൻ, സഖറിയാ പ്രവാചകൻ. അതിൻ്റെ സമയങ്ങൾ ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ കുത്തിയോങ്കിലേക്ക് നോക്കി അനുദപിക്കാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദ ജാതി അവര് നിലവിളിച്ചു എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അവനെ ക്രൂശിക്കാം, കള്ളനും കവർച്ചക്കാരനും കൊലപാതകനുമായവനെ വിട്ടുതരിക, ഞങ്ങൾ അവൻ്റെ ആൾക്കാരാ. നിരപരാധിയായ യേശുവിനെ ക്രൂശിക്കുക. ആ യഹൂദ പരീക്ഷകൾ നിലവിളിച്ച നിലവിളി യഹൂദ ജാതി അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് ചരിത്രം പഠിക്കുന്ന, കാര്യങ്ങളെ വിലയിരുത്തുന്ന ഏതൊരു പഠിതാവിനും മനസ്സിലാവും. കാപ്പാടും കഴിച്ച് കഞ്ഞിയും കുടിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്തു പോകുന്ന ആർക്കും മനസ്സിലാകത്തില്ല. ദൈവവചനം വായിച്ച് പഠിച്ച് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കത് മനസ്സിലാവും. അവരത് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങും. അല്ലാത്തവരൊക്കെ എന്തു ചെയ്യും? നശിച്ചു പോവല്ല, വേറെന്താ. കാലത്തിൻ്റെ ചുമരെഴുത്ത് നമ്മൾ വായിക്കണം. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പോക്ക്, അതിൻ്റെ ഗതിവിധികൾ ദൈവവചനത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കണം നമ്മൾ. ഇന്ന് ആരും അതിന് ശ്രമിക്കുന്നില്ല. ഞായറാഴ്ച ഒരു ആരാധന, വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന, ഇടയ്ക്കൊരു കോട്ടേജ് മീറ്റിംഗ്, പിന്നൊരു കൺവെൻഷൻ, പിന്നൊരു ഉപവാസ പ്രാർത്ഥന. ഇങ്ങനെ പുട്ടിന് വീരേറ്റതുപോലെ കൂട്ടായ്മകൾ നടത്തി സായുജ്യമടഞ്ഞു പോകുന്ന ജീർണിച്ച ഒരു പെന്തക്കോ സമൂഹമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കാര്യങ്ങളെ ഗൗരവമായിട്ടെടുക്കണം. യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കണം. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളും വേദപുസ്തകമായിട്ട് ബന്ധമുണ്ടോയെന്ന് പഠിക്കണം. ഈ കാണുന്ന ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി, ഈ അസ്വസ്ഥതകളൊക്കെ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കണം. പൊട്ടന്മാരെ പോലെ, ഒന്നും അറിയാത്തവരെ പോലെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ നാശത്തിൽ ചെന്ന് പതിക്കും. ഹല്ലേലൂയ. കാര്യങ്ങളെ ഗൗരവമായി എടുക്കുന്ന ദൈവമക്കൾ വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുള്ളത്, കർത്താവിൻ്റെ വരവായി അതിനു മുൻപായി നടക്കേണ്ട സംഭവങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. കേരളവും ഭാരതവും ലഹരിയിൽ മുങ്ങിക്കിടക്കുകയാണ്. അഴിമതിയിലും അനീതിയിലും അശുദ്ധിയിലും രാഷ്ട്രീയ നേതാക്കന്മാരും മതപണ്ഡിതന്മാരും മുങ്ങിക്കിടക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അസ്വസ്ഥതകൾ മാത്രം. സുവിശേഷം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കേണ്ട അച്ഛന്മാരും പാസ്റ്റർമാരും അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് സമരം ചെയ്യുക. സ്തോത്രം. സമരപ്പന്തലിൽ അച്ഛന്മാരുടെ പ്രസംഗം കേട്ട് ജനം ഞെട്ടിത്തിരിയിരിക്കുക. ഹല്ലേലൂയ. പള്ളികളിലും മേടകളിലും പ്രസംഗിക്കേണ്ട അച്ഛന്മാർ ഇപ്പം അവളുടെ പോയി കിടന്ന് വഴി കിടന്ന് പ്രസംഗിക്കുക. ആർക്ക് വേണ്ടിയാണാവോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ?
ഉപരോധനം ഏർപ്പെടുത്തുക ഗവൺമെൻറ്റിനെതിരെ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയും ഈ പ്രിയപ്പെട്ടവർ കാണിക്കുന്ന ഈ ശൈശവമായ അവസ്ഥകളെ കണ്ട് കരയാനേ നിലവിളിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും, എന്ത് പറയണമെന്നറിയാത്തവൻ എന്തും പറയും. അതാണ് ഇന്ന് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വെള്ളാപ്പി നടേശൻ പറഞ്ഞു, പെന്തക്കോസുകാര് എന്ത് ചെയ്യുക, പറ, മതപരിവർത്തനം നടത്തുകയാണ്. പൈസ കൊടുത്തും അരി കൊടുത്തും കഞ്ഞി കൊടുത്തും അത് കൊടുത്തും പ്രലോഭിപ്പിച്ച് മതപരിവർത്തനം നടത്തുകയാണ്. ഞാനതിനെക്കുറിച്ച് പല കമൻറ്റുകളൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് അത് ചെയ്തു. ഇപ്പം സിനിമ യേശുക്രിസ്തുവിനെ മോശമായി ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, വിശ്വാസികൾ പോലും പാസ്റ്റർമാരും പോലും കിടന്ന് തുള്ളുന്നു. എടാ, സിനിമ യേശുക്രിസ്തുവിനെയും വചനത്തെയും അപകീർത്തിപ്പെടുത്തിയെങ്കിൽ ഇത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണാൻ കഴിയാത്തത് എന്താ? യേശുക്രിസ്തുവിനെയും അപ്പോസ്തലന്മാരെയും ലോകം എന്താ ചെയ്തത്? തല്ലിക്കൊല്ലുകയല്ലേ ചെയ്തത്. പിന്നെ ഇവിടെ യേശുക്രിസ്തുവിനെ അപകീർത്തിപ്പെടുത്തുന്നു, ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ പെന്തക്കോസ് പാസ്റ്റർമാരും വിശ്വാസികളും കിടന്ന് ഉറഞ്ഞു തുള്ളുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ദൈവകൃപ വിട്ടുപോയി. നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമില്ല. കുഞ്ഞുങ്ങളെ, ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എനിക്ക് മുൻപുണ്ടായ പ്രവാചകന്മാർ അങ്ങനെ ചെയ്തു, നിങ്ങളെയും അവർ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം ഒന്ന് മുതൽ എടുത്ത് വായിച്ചു, പെട്ടെന്ന് വായിച്ചു, ഇവിടെയെന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ. കാര്യങ്ങളെ മനസ്സിലാക്കാതെ ചുമ്മാ കിടന്ന് ഒച്ചയും ബഹളവും വെക്കുന്ന ഒരു സമൂഹമായി നമ്മൾ തീർന്നല്ലോ എന്നോർത്ത്. അതിൻ്റെ ശേഷം യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചു, അന്ന് കൊല്ലാൻ അന്വേഷിച്ചത്. ഇന്നിപ്പോ ചീത്ത പറയുന്നുള്ളൂ യേശുവിനെയും വചനത്തെയും. അടുത്ത ആ ആ ആ ആ ആ പോകാം. ആ ആമേൻ. ആ ആ ആ യേശുവിൻ്റെ സഹോദരന്മാരും കൂടെ പറഞ്ഞവരുകൂടി അവന് വിശ്വസിച്ചില്ല. മറിയയിലും യോസെഫിലും ഉണ്ടായ സഹോദരന്മാരെ വേറെ, യേശു പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിതമായെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം മറിയയും യോസഫും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ സഹോദരങ്ങൾ ഉണ്ടായി. ഇന്നത്തെ ക്രൈസ്തവ കോളം 1% അവർ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നില്ലെന്ന് വെച്ചാൽ ദൈവവചനത്തിന് വല്ല കോട്ടമുണ്ടോ? അടുത്ത് വായിച്ചേ. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ? കർത്താവിന് എല്ലാറ്റിനും സമയമുണ്ട് ചെയ്യാൻ. അടുത്ത, നിങ്ങളെ പകയ്ക്കാൻ ലോകത്തിന് കഴിയത്തില്ല, ലോകത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളവ എന്ന് പറയുന്നത് കൊണ്ട്, അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് ലോകം എന്നെ പകയ്ക്കുന്നു. നമ്മളിപ്പോൾ ലോകത്തിന്റെ കഴുത്തിൽ കൈയിട്ട് നടക്കുക. അച്ഛന്മാരുടെ കഴുത്തിലും കന്യാസ്ത്രീമാരുടെ കയ്യിലും വലിയ വലിയ ആൾക്കാരുടെ കയ്യിലൊക്കെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് നടക്കുക. ലോകവുമായിട്ട് ഇഴുകിച്ചേർന്ന പെന്തക്കോസ്തുകാർ പോണതേ. പാസ്റ്റർമാരും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും സഭയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം ജഡീകന്മാരായി സഭയുമായിട്ട് അല്ല ലോകവുമായിട്ട് അവർ ബന്ധപ്പെട്ട് കിടക്കുക. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമെങ്കിൽ എൻ്റെ ചേവർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ കാണുന്ന ലോകപ്രകാരമല്ല നമ്മുടെ രാജ്യം. കർത്താവ് പറഞ്ഞ രാജ്യം സ്വർഗരാജ്യം, ദൈവരാജ്യം, നിത്യരാജ്യം. അത് ആത്മീകമാണ്, അത് സ്പിരിച്വലാണ്, അത് ഈ ലോകപ്രകാരമുള്ളതല്ല. ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് പറയുന്നതല്ല. ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ ഇവിടെ ഈ ലോകത്തിൽ ഒരു ലക്ഷറി ലൈഫ് നയിക്കണം. അതാണ് ഇന്നത്തെ പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെ ആഗ്രഹം. നയിച്ചോ കുഴപ്പമില്ല, അവസാനം നിത്യാഗ്നിയിലേക്ക് പോയി വീഴുമ്പോഴേ അതിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. കർത്താവ് വിഭാവന ചെയ്ത രാജ്യം
എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകപ്രകാരമുള്ള രാജ്യമല്ല കർത്താവ് വിഭാവന ചെയ്തത്. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. വെള്ളാപ്പി നടേശൻ പറഞ്ഞു, പണം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് പാവം പിടിച്ചവരെ ക്രിസ്ത്യാനികളാക്കുന്നു. വെള്ളാപ്പി നടേശൻ്റെ ഭാര്യയുടെ സഹോദരിയും ഭർത്താവും മക്കളും, ഫസ്റ്റ് കസിനും സെക്കൻഡ് കസിനും അവരുടെ മക്കളും, വലിയൊരു കൂട്ടം ജനം പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് പ്രലോഭപ്പെടുത്തിയത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള ശൈശവമായ അഭിപ്രായങ്ങൾ കേട്ട് ആരും തുള്ളിച്ചാടരുത് കേട്ടോ. ആരും ഇടറിപ്പോകരുത്. വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, പ്രവൃത്തി പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അത് ഈ പറഞ്ഞതുകൊണ്ട് അതൊന്ന് തെളിയിച്ച് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. പ്രവൃത്തി പുസ്തകം നമ്മൾ കൂലങ്കുഷമായി പഠിക്കുമ്പോൾ സ്തോത്രം, പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ അതിനൊന്നുമല്ല കൊണ്ട് വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു, ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിറന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഇനി അടുത്ത സംഭവമാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം കൂടി വന്ന് ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരും എല്ലാവരും ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ ഭാഷകളിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്യരും മേദ്യരും ഇലോമ്യരും മെസോപ്പൊത്താമ്യക്കാരും യഹൂദ്യരും കപ്പദോക്യക്കാരും പന്തോസിലും ആസിയയിലും പ്രഫുല്യയിലും മിസ്രയീമിലും കുറേനക്കാരായ ലിവ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരുമായ റോമയിൽ നിന്ന് വന്നു പാർക്കുന്ന യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരും വരെയുണ്ട്. നാം നമ്മുടെ ഈ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ച് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പുതിയ നിയമസഭയുടെ ആദ്യത്തെ സ്തോത്രം അതിൻ്റെ പ്രാരംഭ സമയത്ത് നടക്കുന്ന വിഷയമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്നോട് കേട്ട് പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ ഏകദേശം 120 മർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും അന്യഭാഷ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്നാണ് പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെടുന്നത്. 3000 പേർ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയിൽ ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 2-ാം അധ്യായത്തിലുണ്ട്, വായിച്ചു പഠിച്ചോണം. അപ്പം പുതിയ നിയമസഭയുടെ ആവിർഭാവം അതാ. പുതിയ സഭ കേട്ടുവന്ന ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. ഇന്നുള്ള സഭകൾക്ക് എന്ത് പറ്റി? ആര് ശുദ്രം ചെയ്ത് മയക്കിയവരെയൊക്കെ? 100 ആയിരക്കണക്കിന് സഭകളുണ്ടല്ലോ ഭൂമിയിൽ. എന്താ ഇവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്തത്? ആ നിലയിലൊരു കൂട്ടായ്മ ആചരിക്കാത്തത് എന്താ? അതുകൊണ്ടാണ് സഭ ജീർണിച്ച് കിടക്കുന്നത്. സങ്കീർത്തനം പ്രസംഗിച്ച് ന്യായപ്രമാണം പറഞ്ഞ് കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ ഇതൊക്കെ പറഞ്ഞ് ജനത്തെ നിത്യാഗ്നിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓർത്ത് വിലപിക്കുകയാണ് ഞങ്ങൾ. ആത്മനിറവിൽ അന്നുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാർ അന്യഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇന്ന് അന്യഭാഷ വികലമാക്കിക്കൊണ്ടിരിക്കുക. ഒരു കരിങ്കള്ളൻ അന്യഭാഷ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ലോകമഹാകള്ളൻ. 10-16 കേസിൽ അവൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കേസുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഇവനെയൊക്കെ എന്തിനാ പുറത്തു വിടുന്നത്? എവിടെ ആര് പിടിച്ചാലും, പോലീസ് എവിടെ പിടിച്ചാലും, കള്ളു കുടിച്ച് പിടിച്ചാലും, വ്യഭിചരിച്ച് പിടിച്ചാലും, മോഷണം നടത്തി പിടിച്ചാലും, പത്രത്തിൽ ഞാൻ വായിച്ചു കേൾക്കുന്നത് ചേർത്തല സ്റ്റേഷനിൽ 10 കേസ്, ആലപ്പുഴയിൽ 15 കേസ്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ 5 കേസ്. പിന്നെ എന്തിനാപ്പാ ഇവരെയൊക്കെ വിടുന്നത്? അതാണ് ദുഷ്ടൻ ഭരിക്കുന്ന ലോകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിശാചിൻ്റെ ഭരണസീമയിലാണ് ലോകം കിടക്കുന്നത്. ഇവിടെ നീതി നമുക്ക് കിട്ടത്തില്ല. ഇവിടെ അനീതി നൃത്തം ചെയ്യുകയാണ്.
ഇവിടുത്തെ നീതിപാലകന്മാർ നീതിയോടെ അല്ല വിധിക്കുന്നത്. പണത്തിനും പിന്നെ പണത്തിൻ്റെയും മറ്റ് പ്രലോഭനങ്ങളുടെയും മേലെ ഒരു പരുന്തും പറക്കയില്ലെന്ന് പണ്ടാരണ്ടും പറഞ്ഞതുപോലെ മദ്യവും മദിരാക്ഷിയും പണവും കൊടുത്താൽ ഏത് നിയമത്തെയും തിരുത്തി എഴുതാമെന്ന് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണത്തിൻ്റെ മേലെ ഒരു പരുന്തും പറക്കയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ന്യായമായ വിധി ഈ ലോകത്തുണ്ടാകയില്ല. യെശയ്യാപ്രവാചകൻ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. ആ നീതിയോടെ വാഴുന്ന സമയത്താണ് നമുക്ക് ന്യായം കിട്ടുന്നത്, അതുവരെയും കിട്ടത്തില്ല. ഇവിടെ പിശാചിന്റെ ഭരണം നടക്കുക, ഇവിടെ സാത്താന്റെ ഭരണം നടക്കുക. പെന്തക്കോ സമൂഹമേ, ഇനിയെങ്കിലും കണ്ണു തുറക്ക്. ഈ ലോകത്തിന്റെ പ്രഭു പിശാച, ഈ ലോകത്തിന്റെ ദൈവം സാത്താന. സാത്താനെ അവന്റെ ദൂതന്മാരെയും കൂടി അഗ്നിപ്പൊയ്യിലേക്ക് തള്ളിക്കളയാൻ കർത്താവിൻ്റെ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷം 1000 ആണ്ട് വാഴ്ചയിൽ പിശാചിനെ അവൻ്റെ ദൂതന്മാരെയും അഗാധകൂപത്തിൽ ബന്ധിച്ചിട്ടിട്ട് 1000 ആണ്ട് വാഴ്ച കർത്താവ് തൻ്റെ ജനവും ഈ ഭൂമിയിൽ വാഴും. അതിനുശേഷം സാത്താനെ അഴിച്ചുവിടും. പിന്നെ ഒരു മഹായുദ്ധമുണ്ടാകും. അതോടുകൂടി പിശാചിനെയും അവൻ്റെ ദൂതന്മാരെയും കൂടി അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് ദൈവം തള്ളിക്കളയും. അക്കൂട്ടത്തിൽ പെന്തക്കോസുകാരും കാണും, ഇഷ്ടംപോലെ കണ്ടെയ്നർ കണക്കിന് കാണും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ദൈവവ്യവസ്ഥ പാലിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ഞാനും കാണും. പോരെ, അതിൽ കൂടുതൽ വല്ലതും വേണം? ആൾക്കാർക്കൊക്കെ സംശയം, ഞങ്ങളെല്ലാം വിശുദ്ധന്മാർ, നിങ്ങളെല്ലാം ശുദ്ധന്മാർ. അങ്ങനെയല്ല. പാസ്റ്റർമാരും വിശ്വാസികളും ഒരുപോലെ ജീവിക്കണം. ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ, അല്ലെങ്കിൽ പാസ്റ്റർമാർക്കും രക്ഷയില്ല. ഏറ്റവും കൂടുതൽ ശിക്ഷ പാസ്റ്റർമാർക്കാണ്. ഊതിയിട്ട് ഉന്തിയിട്ട് കുറപ്പിച്ച് ചിരിപ്പിച്ച് ദുരുപദേശം പറഞ്ഞ് ജനത്തെ നടത്തുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരെയും ദൈവം ന്യായം വിധിക്കാനുള്ള നാളുകൾ അടുത്തു വരുന്നു. വേദനയോടെ ഞാൻ പറയുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ കരത്തിൻ്റെ കീഴിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കാർക്കും കഴിയില്ല. പ്രിയമുള്ളവരെ, ഈ ലോക കോടതി അന്യായമായി വിധിക്കുമ്പോൾ സ്വർഗീയ കോടതി നീതിയോടെ വിധി നടത്തും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയുകയില്ല. ലോകം മുഴുവൻ ക്യാമറ വെച്ച് കുറ്റവാളികളെ പിടിച്ച് ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ എത്രയോ നാളായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഏദൻ തൊട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും അറിയാത്തതുകൊണ്ടാണ്. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബെൽറ്റ് ഇടാത്തവരെ, ഹെൽമെറ്റ് വെക്കാത്തവരെ, ലൈസൻസ് ഇല്ലാത്തവരെയൊക്കെ ക്യാമറ കൊണ്ട് കണ്ടുപിടിച്ചൊക്കെ ശിക്ഷാവിധി നടപ്പാക്കുന്നെങ്കിൽ സ്വർഗീയ കോടതിയുടെ മുൻപിൽ ഒരെണ്ണത്തിന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞങ്ങളുടെ പഠനം ഏതായിരുന്നു? 2 തെസ്സലോനി 1-ാം അധ്യായം. വളരെ ശ്രദ്ധേയമായ ഒരു പഠനം. 12 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. 1 തെസ്സലോനിക്ക ലേഖനം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അപ്പോസ്തലൻ ശക്തിയോടെ പഠിപ്പിക്കുമ്പോൾ 2 തെസ്സലോനി യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ഒരു ആവറേജ് അറിവ് നമുക്കുണ്ടാകണം. ഓരോ ലേഖനങ്ങളിലും ശക്തമായ പഠനങ്ങൾ കിടപ്പുണ്ട്. അതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാതെ ജീവിക്കുന്ന വിശ്വാസികളാണ് ഇന്ന് ഭൂമിയിൽ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള പരമപ്രധാനമായ വിഷയം, നാം ദൈവവചനം വായിച്ച് പഠിക്കണം. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും ഗ്രഹിക്കണം, അറിയണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? തെറ്റിപ്പോവും. തെറ്റി അങ്ങോട്ട് പോകും, നരകത്തിലോട്ട് പോകും. ഇതൊന്നും പ്രസംഗിക്കാൻ ആളില്ല ഇവിടെ. പൊതിഞ്ഞു പറയുക എല്ലാവരും. എന്തിനാ പൊതിഞ്ഞു പറയണേ? നിലവേ ചെന്ന് പൊതിഞ്ഞു പറയാനല്ലല്ലോ യോനോട് പറഞ്ഞത്. മാനസാന്തരപ്പെട്ടില്ലേ, നയിച്ചു എന്ന് പറയാനല്ലേ പറഞ്ഞത്. ആ ദൂത് കേട്ട് ആദ്യം പോയി പറഞ്ഞില്ലെങ്കിലും പിന്നെ ദൈവം അവനെ ശിക്ഷയിലൂടെ കടത്തിവിട്ട് യോന പോയി പറഞ്ഞല്ലോ. മൃഗങ്ങൾക്ക് പോലും 3 ദിവസം കാടിവെള്ളവും ആഹാരവും കൊടുത്തില്ലല്ലോ. നിലവിലെ മൃഗങ്ങൾ കിടന്ന് അമറുന്നു. എന്താ കാര്യം? കുടിവെള്ളം പോലും കൊടുത്തില്ല. രാജാവും പ്രജകളും ജനങ്ങളെല്ലാം കൂട്ടമായിട്ട് ഉപവസിച്ചു. ആ ഉപവാസത്തിൻ്റെ ഫലമായി ദൈവം ആ ജനതയോടുള്ള ശിക്ഷ മാറ്റി.
ഒരു രാജ്യമോ ഒരു രാഷ്ട്രമോ ഒരു നേതൃത്വമോ ദൈവത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടെന്ന ആ ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് തരും. വിഷയങ്ങൾക്ക് മറുപടിക്ക് വേണ്ടി ദൈവത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച എസ്തേറിനെയും മൊർദെഖായിയെയും പിന്നെ ആരാ നെഹമ്യാവിനെയും കൂട്ടരെയൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഉപവാസം പ്രാർത്ഥനയൊക്കെ പോയി 3 നേരം മൂക്കുമുട്ട തിന്ന് ഷുഗറും കൊളസ്ട്രോളും പിടിച്ച് കാശ് കൊണ്ടുവന്ന് ഡോക്ടർ കൊടുത്തുകൊണ്ടിരിക്കുക. സ്വത്രാശ് കൊടുക്കാത്ത വിശ്വാസികൾ ആസ്പത്രി കൊണ്ട് കൊടുക്കാൻ ഒരു മടിയില്ല അവർക്ക്. ഞങ്ങളുടെ ഒരു പ്രധാന ഉപദേശി 16.5 ലക്ഷമാണ് എണ്ണി കൊടുത്തത്. ഉപദേശിയുടെ പ്രസംഗം കേട്ടാൽ മരം ചാഞ്ഞു വരും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇന്നത്തെ സെലിബ്രിറ്റികൾ സിനി ഫീൽഡിലും രാഷ്ട്രീയ ഫീൽഡിലും ഒക്കെ ഉള്ള സെലിബ്രിറ്റികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവരെല്ലാം കോടീശ്വരന്മാർ. അവരെക്കാളും കോടീശ്വരന്മാരാണ് സുവിശേഷകന്മാർ. അതോർക്കുമ്പോഴാണ് തല നമ്മൾ കുനിക്കേണ്ടത്. വ്യാജം പറഞ്ഞ് കള്ളം പറഞ്ഞ് കാശുണ്ടാക്കി. ഇന്നലെ ഒരു സുവിശേഷകൻ പ്രസംഗിച്ച പ്രസംഗത്തെക്കുറിച്ചൊരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി പറയുക, ദൈവം എന്നെ കോടികൾ തന്ന് അനുഗ്രഹിച്ചിരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ കോടികൾ കൊണ്ടുവന്ന ചെറുപ്പക്കാരനോട് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞ കർത്താവിന് തെറ്റുപറ്റിയോ? ഈ മണ്ടക്കോ സ്വാമി എന്നാ വിശ്വസിച്ചിരിക്കുന്നേ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് ഉപദേശം പറഞ്ഞ പൗലൂസിൻ്റെ പ്രസംഗങ്ങൾക്ക് തെറ്റുപറ്റിയോ? അദ്ദേഹം പറഞ്ഞ കോടികൾ തന്ന് അനുഗ്രഹിച്ചിരിക്കുക. ഞങ്ങളുടെ ചർച്ചിലേക്ക് വരുന്ന വഴി തന്നെയും കോർപ്പറേഷനെ കൊണ്ട് ഞങ്ങൾ തിരുത്തി ചർച്ച് റോഡെന്നാക്കി തീർത്തെന്ന്. ഇങ്ങനെയുണ്ട്. അത്രത്തോളം ദൈവം അനുഗ്രഹിച്ചെന്ന്. ഇതുപോലെ ദുരുപദേശം പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കണ്ടുകിട്ടാൻ കഴിയത്തില്ല. ആ പുള്ളി ഇതൊക്കെ പറയുന്നതെന്ന് ഓർത്താണ്. ആളും പേരും പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല. പേര് പറഞ്ഞ് ആരെയും അവഹേളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പണ്ടൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നിവൃത്തിയില്ലാതെ വരുമ്പോൾ പറയുകയും ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തുകളെ വായിച്ച് പഠിക്കുക. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ 2-ാം ലേഖനം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുക. നമ്മുടെ ഇന്നത്തെ പഠനം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ചും ട്രിബുലേഷനെ കുറിച്ചൊക്കെ പൗലൂസ് പറയുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പൗലൂസും സിലനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിനുള്ള തെസ്സലോനിക്ക സഭർക്ക് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. സഭയ്ക്ക് വന്ദനം പറയുക. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാണ്. അപ്പൊ തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? പറഞ്ഞേ, എന്താണ് ആ പ്രത്യേകത? പറ. അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നു. നമ്മളിപ്പോൾ വിശ്വാസത്തിൽ കീഴോട്ട് പോവുക. ഒരു മൂക്കിപ്പരി പോലും പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റാത്ത വിശ്വാസിയാണ്. ഒരു ചെറിയ ആവശ്യങ്ങൾ പോലും പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയാത്ത വിശ്വാസികളാണ്. ഞാനതിൽ പറയുന്നത്, വിശ്വാസമില്ല, ശ്വാസമുണ്ട്. വിശ്വാസമില്ല, ശ്വാസമുണ്ട്. ഇന്നത്തെ വിശ്വാസികൾ നല്ലൊരു ശതമാനവും വിശ്വാസത്തിൽ അവർ ഐശ്വര്യ കിടക്കുക, ബലഹീനരാണ്. വിശ്വാസത്തിൽ സമ്പന്നരാകണമെന്ന് പൗലോസ് പറയുന്നു, അപ്പോസ്തലന്മാർ പറയുന്നു. ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ച്. യാക്കോബ് 2:5. എത്ര മനോഹരമായൊരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എബ്രായ ലേഖനം കഴിഞ്ഞിട്ട് യാക്കോബ് 2:5. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളും ആകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ? ദരിദ്രരാ തിരഞ്ഞെടുത്ത, ധനവാന്മാരല്ല. ധനവാന്മാർ ധനം വെച്ച് സുഖിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ദരിദ്രരാ ദൈവം തിരഞ്ഞെടുത്തത്. കോടികൾ വെച്ച് സുഖിച്ചുകൊണ്ടിരിക്കുന്ന ധനവാന്മാരാണ് ഇന്ന് ഭൂമിയിലുള്ളത്. പലർക്കും കോടികൾ ഉണ്ടെങ്കിലും ഒരു സുഖവും ഇല്ല, ഒരു സ്വസ്ഥതയില്ല, ഒരു ഉറക്കവും ഇല്ല. എനിക്കിഷ്ടം പോലെ ആൾക്കാരെ അറിയാം. പണം വന്നും കൂടുന്തോറും കഷ്ടത വന്നുകൊണ്ടിരിക്കുക, പീഡ വന്നുകൊണ്ടിരിക്കുക, പ്രയാസം വന്നുകൊണ്ടിരിക്കുക, പിശാചിൻ്റെ പോര് വന്നുകൊണ്ടിരിക്കുക.
ഭക്തന്മാരൊന്നും മനസ്സിലാക്കുന്നില്ല. എത്ര പറഞ്ഞാലും തലയിലോട്ട് കയറത്തൂല്ല അവർക്ക്. വിശ്വാസത്തിൽ സമ്പന്നരാക്കി പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ച്, അവർ ദരിദ്രരായിരുന്നു. അന്നുള്ള ഉപജീവനത്തിന് വേണ്ടി മത്സ്യബന്ധനം നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അന്ത്രോസ് ആദിയായ ശിഷ്യന്മാരെ കർത്താവ് എൻ്റെ പിന്നാലെ വരിക, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെ 3.5 വർഷം കൂടെ കൊണ്ടു നടന്ന് വചനം പഠിപ്പിച്ച് കർത്താവ് മരിക്കുന്നതിന് മുമ്പ് വാഗ്ദത്തം കൊടുത്തു, എന്നോട് കിട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അവരത് ചെയ്തു. ഞാൻ കൂടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാതെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കണമെന്ന് പറഞ്ഞു. അവരത് ചെയ്തു. ഇന്നത്തെ ശിഷ്യന്മാരുടെ തലമണ്ടയ്ക്ക് ആര് ശുദ്ധരം ചെയ്ത് മായ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥാനത്ത് മദ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. സുവിശേഷത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന്, മറ്റൊരുത്തൻ്റെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിപ്പാൻ പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. രണ്ടാമത്തെ സുവിശേഷം, രക്ഷിക്കപ്പെട്ടവനെ സഭയിൽ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് കൊള്ളുവീൻ. 2 ദിവസം 2:15 എന്ന വാക്യപ്രകാരം വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം അവരെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ആത്മീയ വളർച്ച, ആത്മീയവർദ്ധനം, ആത്മീയനിറവിന് വേണ്ടി അവരെ പഠിപ്പിച്ച് ഉപദേശം പ്രസംഗിച്ച് അവരെ പഠിപ്പിച്ച് അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തേണ്ട സുവിശേഷത്തിൻ്റെ 2ാം ഭാഗം, അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ച് അവരെ ആത്മീയരാക്കേണ്ട സുവിശേഷത്തിൻ്റെ 2ാം ഭാഗം, ഉപദേശം പഠിപ്പിക്കൽ. ആദ്യത്തത് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് ആത്മരക്ഷയിലേക്ക് വിശ്വാസികളെ നടത്തുക. ആ രക്ഷാനുകൂല്യത്തിലേക്ക് നടത്തി, രക്ഷാ സ്നാനം അഭിഷേകത്തിലേക്ക് നടത്തി സഭയെ കൊണ്ടുവന്ന് ഇരുത്തി അഭിഷേകത്തിലേക്കും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും അതുപോലെ ആത്മീയ വളർച്ച, ആത്മീയ വർദ്ധനം, ആത്മീയ നിറവിലേക്ക് അവരെ നടത്തി കർത്താവിൻ്റെ വേണ്ടി ഒരുക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ നടത്തപ്പെട്ട സഭയുടെ ചരിത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 31. അങ്ങനെ ഗലീല, യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും സഭ ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. പ്രവൃത്തി 16-ന്റെ 4-5 കൂടി വായിക്കട്ടെ. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വിധി നിർണയങ്ങൾ, ഉപദേശങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകിയും കൊണ്ടിരുന്നു. ഇന്നത്തെ സഭ എന്താ ആത്മീയ വളർച്ച പ്രാപിക്കാത്തത്? കണ്ട ചപ്പും ചവറും വരെ തീറ്റിച്ചുകൊണ്ടിരിക്കുക. ന്യായപ്രമാണത്തിലെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതികഥ, സങ്കല്പത അവർ തീറ്റിച്ചുകൊണ്ടിരിക്കുക. ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട്. പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എന്താ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത്? ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ന്യായപ്രമാണം, ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ഇപ്പോൾ ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നത്. ന്യായപ്രമാണം എന്താണെന്ന് പഠിച്ച ഉപദേശിമാരുണ്ടോ ഇന്നിവിടെ? ന്യായപ്രമാണം, ഞാനൊരു പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പുള്ളി പറയുക, പാസ്റ്റർ ന്യായപ്രമാണത്തെക്കുറിച്ച് അറിയില്ല. ഓക്കെ, അറിവുള്ള നിങ്ങളൊന്ന് പറഞ്ഞാട്ട്. ന്യായപ്രമാണം എന്താ? ന്യായപ്രമാണം ന്യായമായ പ്രമാണം. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞത് പോട്ടെ, വേറെ ആളും പറയും. അവർ പുച്ഛിച്ച് ചിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ സ്ത്രീയുടെ സന്തതി വരുന്നവരെ രക്ഷ പ്രാപിപ്പാനുള്ളൊരു താൽക്കാലിക ടെമ്പററി ലോയാണ് ന്യായപ്രമാണം. സ്ത്രീയുടെ സന്തതി വന്നു, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൽ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നമുക്ക് തന്നു, അതാണ് നിവർത്തിക്കേണ്ടത്.
അപ്പോൾ മോശം ന്യായപ്രമാണത്തിലേക്ക് പോകണ്ട. ന്യായപ്രമാണവും ക്രിസ്തുവിൻ്റെ പ്രമാണത്തെക്കുറിച്ച് പഠിച്ച ഉപദേശിമാർ വളരെ കുറവാണ് ഭൂമിയിൽ. എല്ലാവരും പ്രസംഗിക്കും. പ്രസംഗം ആർക്കാ പ്രസംഗിക്കാൻ പറ്റാത്തത്? ഇവിടെ എല്ലാവരും പ്രാസംഗികന്മാരാണ്. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന പ്രാസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തോ ഒരു പ്രസംഗമാണ് പറയുന്നത്. ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ കുപ്പി കൊണ്ടുവന്ന് അടുത്ത് വെച്ചിട്ട് അടിച്ചടിച്ചാണ് പ്രസംഗിക്കുന്നത്. അത് കേൾക്കാൻ ലക്ഷക്കണക്കിന് ജനവും. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടത് ലക്ഷങ്ങളാണെങ്കിലും ആത്മീയ കനാലിൽ പ്രവേശിച്ച 2 പേരെ ഉള്ളെന്ന് ഓർത്താൻ നന്ന്. ആട് കൂടുന്നതുകൊണ്ട് പാമ്പ് ചാകത്തില്ല. ആള് കൂടിയെടുത്തൊക്കെ ആത്മീയത ഉണ്ടെന്ന് ആരും ചിന്തിക്കരുത്. ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും. ചത്ത് ചീഞ്ഞളിഞ്ഞ അവസ്ഥയുടെ സ്ഥലമുള്ളിടങ്ങളിൽ കഴുക്കൾ കൂടും. ഒരു ഗുണമില്ലാത്ത പ്രസംഗ പരമ്പരയുടെ മുമ്പിലാണ് ജനകോടികൾ കമന്നടിച്ച് വീഴുന്നത്. സത്യവചനം പഥ്യവചനം പ്രസംഗിച്ചാൽ എല്ലാവരും വിട്ടുപോകും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തരുന്നത്. 6-ാം അധ്യായം തരുന്ന പഠനം മനസ്സിലായോ? കർത്താവ് ഉപദേശം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വിട്ടുപോയി. 10-12 പേര് മാത്രമുണ്ട്, ബാക്കി എല്ലാം പോയി. എന്താ കാര്യം? ഇത് കഠിനവാക്ക്. ഇന്നും അതൊക്കെ തന്നെയാണ് പറയുന്നേ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം.